ഡിയർ സ്റ്റുഡൻസ്, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് ടാൻ ക്യൂബ് തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോഡ് ക്യൂബ് തീറ്റ ബൈ 1 പ്ലസ് കോഡ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക് തീറ്റ കോസിക് തീറ്റ മൈനസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഐഡന്റിറ്റി സീക് സ്ക്വയർ തീറ്റയാണ്. പ്ലസ് കോഡ് ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് കോഡ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിക് സ്ക്വയർ തീറ്റയാണ്. ഇനി ഇതിന് എന്ത് ചെയ്യുക? ടാൻ ക്യൂബിനെ നമുക്ക് എന്ത് ചെയ്യുക? സൈൻ ക്യൂബ് തീറ്റ ബൈ കോസ് ക്യൂബ് തീറ്റ എന്ന് എഴുതുക. സൈൻ ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ കോസ് ക്യൂബ് തീറ്റ. അതുപോലെ ഈ സീക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ബൈ സീക് സ്ക്വയർ തീറ്റയാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്തുക? കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. പ്ലസ് അതുപോലെ കോഡ് ക്യൂബ് തീറ്റയെ കോസ് ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ ക്യൂബ് തീറ്റ ഇൻറ്റു ഇതിനെ നമുക്ക് 1 ബൈ കോസിക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ക്യാൻസൽ ആവും അല്ലേ? അപ്പോൾ എന്ത് വരും? സൈൻ ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ ഒരു കോസ് ക്യാൻസൽ ആയി, താഴെ കോസ് തീറ്റ എന്ന് വരും. പ്ലസ് അവിടെയാണെങ്കിൽ കോസ് ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്, അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, LCM എടുക്കുക. അപ്പോൾ ഇതെന്തായി? സൈൻ റേസ് ടു 4 തീറ്റ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സൈൻ ക്യൂബ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ റേസ് ടു 4 തീറ്റ. കോസ് ക്യൂബ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് റേസ് ടു 4 തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. ഇനി നമ്മൾ ഡിനോമിനേറ്ററിനെ ഒന്നും ചെയ്യില്ല. ന്യൂമറേറ്റർ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഫോമിലാണുള്ളത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab ആണ്. അപ്പോൾ ഇതിനാ അതായത് ഇത് നമുക്ക് എങ്ങനെ ചെയ്താൽ? സൈൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ, അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അതിനാ എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2ab. എ എന്ന് പറയുന്നത് ഇവിടെ നമ്മളത് സൈൻ സ്ക്വയർ തീറ്റയാണ്, അതുപോലെ ബി എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റയാണ്. മാത്രം ഇതിൽ ഓർമ്മിക്കേണ്ടത്, അതായത് ഇതിനെ നമ്മൾ മാറ്റി എഴുതി സൈൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റയാണ്, ബി എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റയാണ്. ആ പ്ലേസിലെല്ലാം അത് കൊടുക്കും. ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതുക, സൈൻ തീറ്റ കോസ് തീറ്റ, സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി എന്ത് ചെയ്യുക? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ നമുക്കറിയാം 1 ആണ്. 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞു. ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ ഇനി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് എത്തും. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തുമ്പോൾ 1 ബൈ സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. അപ്പോൾ 1 ബൈ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസിക് തീറ്റ സീക് തീറ്റ മൈനസ് ഇവിടെ ഒരു സൈൻ തീറ്റ കോസ് തീറ്റ ക്യാൻസൽ ആയിപ്പോ ബാക്കി 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആൻ അക്യൂട്ട് ആംഗിൾ തീറ്റ വെൻ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഈക്വൽ ടു 1 മൈനസ് √3 ബൈ 1 പ്ലസ് √3. അപ്പോൾ നമുക്ക് ഇവിടെ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു 1 പ്ലസ് √3. അതുപോലെ ഇപ്പുറത്ത് 1 മൈനസ് √3 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. ഇവിടെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അതാ ഓർമ്മ വേണ്ട, അതായത് ഫൈൻഡ് ആൻ അക്യൂട്ട് ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്ക് ഇത് പ്രൂവ് ചെയ്യില്ല വേണ്ടത്, അതുകൊണ്ട് ആംഗിൾ കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. കോസ് തീറ്റ പ്ലസ് √3 കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ മൈനസ് √3 സൈൻ തീറ്റ എന്ന് പറഞ്ഞു. അതേപോലെ ഇപ്പുറത്തെ സൈഡ് കോസ് തീറ്റ മൈനസ് √3 കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ മൈനസ് √3 സൈൻ തീറ്റ എന്ന് പറഞ്ഞു. അപ്പോൾ
ഇവിടെ നമുക്ക് -√3 sin θ രണ്ട് ഭാഗത്തും ഉണ്ട്. ഈക്വൽ ടുവിന് അപ്പുറം ഇപ്പുറം. അതുകൊണ്ട് അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒരേ സൈൻ ആയിരിക്കണം, അതേപോലെ ഒരേപോലെയുള്ളത്. വേറെ ഒന്നും നമുക്ക് cos θ ക്യാൻസൽ ആവും. ഇനി ബാക്കിയുള്ളത് ഇവിടെ നമുക്ക് √3 cos θ മൈനസ് sin θ ഉണ്ട്. അതേപോലെ അപ്പുറത്തെ സൈഡിൽ -√3 cos θ, അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ +√3 cos θ ആയി. അവിടെ ഒരു sin θ ഉണ്ട്, അത് -sin θ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി √3 cos θ എന്തായി? 2√3 cos θ. ഇവിടെ -2 sin θ, അതായത് -sin θ -2 sin θ ഈക്വൽ ടു 0. ഇനി നമുക്ക് 2 ഒഴിവാക്കാം. അപ്പോൾ 2 എല്ലാത്തിലും കോമൺ ആയതുകൊണ്ട് അത് ഒഴിവാക്കി √3 cos θ മൈനസ് sin θ ഈക്വൽ ടു 0. √3 cos θ ഈക്വൽ ടു sin θ. അപ്പോൾ √3 ഈക്വൽ ടു sin θ ബൈ cos θ. അതായത് ആ cos θ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. നമുക്ക് θയുടെ വാല്യൂ ആണ് കാണേണ്ടത്, അതുകൊണ്ട് ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. tan θ ഈക്വൽ ടു √3 എന്ന് കിട്ടി. ടാൻ്റെ ഏത് വാല്യൂവിനാണ് θ 60 വരുമ്പോഴാണ് നമുക്ക് √3 വരുന്നത്. അതുകൊണ്ട് തന്നെ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 60 ഡിഗ്രി. അക്യൂട്ട് ആംഗിൾ 60 ഡിഗ്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, cosec θ plus cot θ equal to p, then prove that cos θ equal to p square minus 1 by p square plus 1. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചു കാണലുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? cosec θ plus cot θ equal to p. ഇനി അടുത്തത് cosec θ മൈനസ് cot θ ഈക്വൽ ടു 1 by p എന്ന് എടുക്കുക. അത് ആ ഐഡന്റിറ്റിയിൽ നിന്ന് വരുന്നതാണ്. അതായത് cosec സ്ക്വയർ θ മൈനസ് കോട്ട് സ്ക്വയർ θ ആണ് നമുക്ക് 1 എന്ന് പറയുന്നത്. അപ്പൊ ഈ cosec സ്ക്വയർ θ മൈനസ് കോട്ട് സ്ക്വയർ θ നമുക്ക് എങ്ങനെ എഴുതാം? cosec θ പ്ലസ് cot θ ഇൻറ്റു cosec θ മൈനസ് cot θ എന്ന് എഴുതാം, ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് cosec θ പ്ലസ് cot θ p ആണെങ്കിൽ cosec θ മൈനസ് cot θ എന്ന് പറയുന്നത് 1 by p ആയിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് cot θ എലിമിനേറ്റ് ആയിപ്പോൾ. അപ്പോൾ 2 cosec θ എന്ന് പറയുന്നത് എന്ത് കിട്ടും? p പ്ലസ് 1 by p. രണ്ടും ആഡ് ആണല്ലോ നമ്മൾ ചെയ്തത്. അപ്പോൾ p സ്ക്വയർ പ്ലസ് 1 by p എന്ന് കിട്ടും. അപ്പോൾ cosec θ എന്ന് പറയുന്നത് p സ്ക്വയർ പ്ലസ് 1 by 2p എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? രണ്ട് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ ചെയ്യുമ്പോൾ കൊസിക്ക് എലിമിനേറ്റ് ആയിട്ട് കോട്ട് കിട്ടും. അതായത് 2 cot θ, രണ്ട് മൈനസ് അടുത്തടുത്ത് വരുമ്പോൾ ഇത് പ്ലസ് ആയി. cot θ പ്ലസ് cot θ എന്ന് പറഞ്ഞാൽ 2 cot θ. നമ്മൾ സബ്ട്രാക്ട് ആണ് ചെയ്യുന്നത് p മൈനസ് 1 by p. അപ്പോൾ p സ്ക്വയർ മൈനസ് 1 by p. അപ്പോൾ cot θ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? p സ്ക്വയർ മൈനസ് 1 by 2p എന്ന് കിട്ടി. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? cos θ ആണ്. എപ്പോഴാണ് നമുക്ക് cos θ കിട്ടുക? കോട്ടിനെ കൊസിക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലേ? cot θ ബൈ cosec θ എന്താണ്? cot θ എന്ന് പറഞ്ഞാൽ cos ബൈ സൈൻ, ഇത് സൈൻ. അപ്പോൾ സൈനും സൈനും ക്യാൻസൽ ആയിട്ട് നമുക്ക് cos θ എന്ന് കിട്ടും. അപ്പോൾ cot θ എന്താണ്? cos θ ഈക്വൽ ടു cot θ ബൈ cosec θ ആണ്. p സ്ക്വയർ മൈനസ് 1 by 2p ഡിവൈഡ് ബൈ എന്ത് വരും? p സ്ക്വയർ പ്ലസ് 1 by 2p എന്ന് വരും. അപ്പോൾ ഇവിടെ 2p ക്യാൻസൽ ആയിട്ട് p സ്ക്വയർ മൈനസ് 1 by p സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് ഇക്വേഷന് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്തപ്പോൾ ഇപ്പോൾ cosec θ കിട്ടി. cosec θ എന്ന് പറയുന്നത് p സ്ക്വയർ പ്ലസ് 1 by 2p എന്ന് കിട്ടി. ഇനി രണ്ട് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അതിലും എളുപ്പം രണ്ട് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ cot θ എന്ന് പറയുന്നത് p സ്ക്വയർ മൈനസ് 1 by 2p എന്ന് കിട്ടും. നമുക്കിവിടെ cos θ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? cot θ ബൈ cosec θ ചെയ്താലാണ് cos θ കിട്ടുക. അപ്പോൾ cot θ എന്താണ്? അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ cosec θ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2p ക്യാൻസൽ ആയിട്ട് p സ്ക്വയർ മൈനസ് 1 ബൈ p സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.